ആദ്യം ശ്രീ ബി രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ ഈ പുറത്തു വരുന്ന വിവരം അത് വളാഞ്ചേരിയിൽ ഏതാനും പേരിൽ, അതായത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ആളുകളിൽ വളരെ സാധാരണ നിലയിൽ നടത്തുന്ന പരിശോധനയിലാണ് എയ്ഡ്സ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ചും DMO പറഞ്ഞതനുസരിച്ചും 10 പേർക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 7 പേർ മലയാളികളും 3 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. ആദ്യം എയ്ഡ്സ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു മലയാളിയിലാണ്. അവിടെ നിന്ന് സിറിഞ്ച് വഴി ലഹരി ഉപയോഗിച്ച മറ്റുള്ളവരിലേക്കും ഈ രോഗം പടർന്നു എന്നാണ് DMO ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരമാണ്? ഇത് തീർച്ചയായിട്ടും ഇതൊരു വളരെയേറെ ആദ്യം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ലഹരി ഉപയോഗത്തിൽ കൂടി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരിക എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ HIV കണ്ടെത്തി, ഇപ്പോൾ ഡോക്ടേഴ്സ് ഇതിനകത്തുണ്ട്, അപ്പോൾ അവർക്കറിയാം. ഇത് മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ഇത്തരത്തിലുള്ള സിറിഞ്ച് ഉപയോഗിക്കുന്നത് കൊണ്ട്, സിറിഞ്ച് മാറിത്തിരിഞ്ഞ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് വളരെയേറെ ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇത് ലഹരി കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും മറ്റ് ആരോഗ്യവകുപ്പ് പ്രവർത്തകരാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി ഇത് കുറച്ചുകൂടി കടുത്ത ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ ഇന്നത്തെ വാർത്ത കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മാരക രോഗങ്ങൾ, ഇത് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇപ്പോൾ ഒരു ബ്രെയിൻ ഇതാവുന്നതോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ എന്നുള്ളതിലുപരി കുറച്ചുകൂടി കടുത്ത രോഗങ്ങളിലേക്ക് ആൾക്കാർ എത്തുന്നു, അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത്തരം പ്രദേശങ്ങളിൽ പരിശോധന കർശനമാക്കാൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പരിശോധന കൂടുതൽ കർശനമാക്കുക തന്നെ ചെയ്യും. ശ്രീ പി രാധാകൃഷ്ണൻ, ഇന്ന് ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ DMOയുടെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യം, ഇതിൽ ഇപ്പോൾ എയ്ഡ്സ് കണ്ടെത്തിയിട്ടുണ്ട്, അതേസമയം ഇതിൻ്റെ വ്യാപനത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇതൊരു പക്ഷേ പലയിടങ്ങളിലേക്ക്, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വളാഞ്ചേരി എന്ന് പറയുന്ന ഒരു മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ഇത് കേരളത്തിൻ്റെ ഇതര ഇടങ്ങളിലും ഒരുപക്ഷെ പരിശോധനകൾ വ്യാപകമാകുന്തോറും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നാണ്. അതിൽ അവർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, എയ്ഡ്സ് സ്ഥിരീകരണം മാത്രമാണ് നടന്നിട്ടുള്ളത്, പക്ഷേ ഈ സിറിഞ്ചിൻ്റെ ഉപയോഗം അത് എത്ര പേരിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്, അത് ഏത് സമൂഹത്തിൻ്റെ ഏത് തട്ടുവരെ കടന്നിട്ടുണ്ട് എന്ന കാര്യമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഇതിപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ നടത്തിയ ഒരു സർവേയിലാണ് 10 പേരുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ ഇതര തട്ടിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലും സിറിഞ്ചിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണോ അവരിത് ഉപയോഗിക്കുന്നത്? അതോ ഒരേ സിറിഞ്ചും ഒക്കെ തന്നെ ആളുകൾ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുകയാണെങ്കിൽ ഇത് കുറെ കൂടി ഇതിൻ്റെ വ്യാപനത്തിൻ്റെ തോത് കൂടാനല്ലേ സാധ്യത? ഇത് ചില സ്ഥലങ്ങളിലെങ്കിലും സിറിഞ്ച് മാറി ഉപയോഗിക്കുന്ന, ഒരേ സിറിഞ്ച് തന്നെ കൂട്ടത്തിൽ ഇരുന്ന് ഉപയോഗിക്കുന്ന സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടാകാം. പക്ഷേ അത് വ്യാപകമാണോ എന്നുള്ളതും ഇത്തരത്തിലുള്ള ആരോഗ്യ പരിശോധനയിൽ കൂടി മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിപ്പോൾ ഒരു എക്സൈസിനോ പോലീസിനോ അല്ല, അത് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഒരു വ്യാപകമായിട്ട് ആരുടെയെങ്കിലും ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുള്ളൂ.